ശങ്കുട്ടി ദാസ്, ഇവിടെ ഇപ്പോ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പിനൊരു രാഷ്ട്രീയ സന്ദേശമുണ്ടല്ലോ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചികയാണ്, ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കഴിഞ്ഞ തവണ 8000 വോട്ടേ കിട്ടിയുള്ളൂ എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ബാധ്യതയാവേണ്ടതല്ല. ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക, മത്സരിക്കുക, എന്താണ് പൊസിഷൻ എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. അതുകൊണ്ട് പ്രതിനിധിക്ക് എത്ര ദിവസം അവിടെ ഓഫീസിലിരിക്കാൻ പറ്റും, ജനങ്ങളെ സേവിക്കാൻ പറ്റും എന്നുള്ളതിലുപരി എന്താണ് കേരളത്തിലെ രാഷ്ട്രീയമെന്ന് അറിയാനുള്ള താല്പര്യവും ഔത്സുക്യവും ബി ജെ പിക്കില്ലേ? നോക്കൂ, നിങ്ങളുടെ എല്ലാം വളരെ മുൻവിധിയോട് കൂടിയിട്ടുള്ള ചോദ്യത്തിൻ്റെ ഒരു താല്പര്യം എനിക്ക് മനസ്സിലാവുന്നത് ബി ജെ പി മത്സരിക്കുന്നില്ലെന്ന് ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു, ബി ജെ പി മത്സരിക്കാനില്ല എന്നൊരു പ്രഖ്യാപനം ഇവിടെ വന്നു കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ്. അങ്ങനെ ഒരു തീരുമാനം ബി ജെ പി എടുത്തിട്ടില്ലല്ലോ. ഇവിടെ ജൂൺ 2-ാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസരം. അതിനിടയിൽ പാർട്ടിയുടെ ഇന്റേണൽ ആയിട്ടുള്ളൊരു മെക്കാനിസത്തിലൂടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയാണോ മത്സരിക്കുന്നത്, മുന്നണിയാണോ മത്സരിക്കുന്നത്, സ്വതന്ത്രനാണോ മത്സരിക്കുന്നത്, ഇത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഇതിലെ തന്ത്രം രൂപീകരിക്കുക എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ അവകാശമല്ലേ? കോൺഗ്രസ് രാജ്യത്ത് നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വന്തം ചിഹ്നത്തിൽ തന്നെയാണോ മത്സരിക്കാറുള്ളത്? അങ്ങനെ ചിഹ്നത്തിൽ മത്സരിക്കാത്ത തെരഞ്ഞെടുപ്പിലൊക്കെ അവർ ഓടി ഒളിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാജു പി നായരോട് ഞാൻ ചോദിക്കട്ടെ, 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ലല്ലോ. വാരാണസി മണ്ഡലത്തിൽ ശ്രീ നരേന്ദ്രമോദി മത്സരിക്കുന്ന സമയത്ത് സമാജ്വാദി പാർട്ടിയുടെ ശാലിനി യാദവിനെയല്ലേ അദ്ദേഹത്തിനെതിരെ മത്സരിപ്പിച്ചത്? അപ്പോൾ കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിൽ ഓടി ഒളിക്കുകയാണോ ചെയ്തത്? നരേന്ദ്രമോദിക്കെതിരെ ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ള രാഷ്ട്രീയ സന്ദേശം കൊടുക്കുകയാണോ ചെയ്തത്? അപ്പോൾ ഇതൊക്കെ മുന്നണി സമവാക്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലത്തിൻ്റെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എടുക്കുന്ന തീരുമാനമാണ്. LDF എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാറുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ മണ്ഡലമായിട്ടുള്ള പൊന്നാനി മണ്ഡലത്തിലെ LDFിൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു? ഈ ചർച്ചയിലിരിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവുമോ? അത് അന്നത്തെ സാഹചര്യത്തിൽ അവരെടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്. ആ മട്ടിൽ ഇവിടെ ഒരു സാഹചര്യമുണ്ട്. എന്താണ്? നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. BJP മത്സരിച്ചാൽ അതിൻ്റെ പ്രോസ്പെക്ട്സ് എന്ത്? മത്സരിച്ചിട്ടില്ലെങ്കിലുള്ള സാധ്യതകൾ എന്ത്? ഇനി മത്സരിച്ചു വോട്ട് കുറയുകയോ കൂടുകയോ ചെയ്താലുള്ള സാഹചര്യം എന്ത്? ഇതെല്ലാം ഓരോന്നായി നമ്മൾ പരിശോധിക്കുമല്ലോ. BJPക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള വോട്ട് K. സുരേന്ദ്രൻ മത്സരിച്ച സമയത്തുള്ള 17,000 വോട്ടുകളാണ്. ഇത്തവണ 17,000-ഓ അതിൽ കൂടുതലോ വോട്ടുകളോ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചാൽ അത് ഉണ്ടാക്കുന്ന മൊമെന്റം എന്താണ്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം എത്രയാണ്? അതേസമയത്ത് വോട്ടുകൾ കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സന്ദേശം എന്താണ്? തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് അണികൾക്കിടയിൽ കേരള പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന വികാരം എന്താണ്? ഇനി അവിടുത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ BJP സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടുകളേക്കാൾ കൂടുതൽ BDJS മത്സരിച്ചപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. BDJSനോട് 1484 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നിയമസഭയിലേക്ക് കറക്റ്റ് ആണ്. പക്ഷേ ലോക്സഭയിലേക്ക് കഴിഞ്ഞ ഏറ്റവും ഒടുവിലായി നടന്ന 2024 നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് കിട്ടിയ വോട്ടാണ് അവിടുത്തെ താമര ചിഹ്നത്തിൽ തന്നെ പതിഞ്ഞ വോട്ടാണ് ഹയസ്റ്റ് വോട്ട് സോ ഫാർ. നോക്കൂ, നിങ്ങളിപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് അല്ലല്ലോ, നിയമസഭയിലേക്കല്ലേ. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുള്ള ജനങ്ങളുടെ വോട്ടിനുള്ള മാനദണ്ഡങ്ങളും നിയമസഭയിലേക്കുള്ള മാനദണ്ഡങ്ങളും ഒരുപോലെയാണോ? പൊതുവേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് കൂടാറുണ്ട്. കാരണം അവിടുത്തെ ഫൈറ്റ് എന്ന് പറയുന്നത് BJPയും കോൺഗ്രസും തമ്മിലാണ്. അവിടെ ഇടതുപക്ഷം കുറെ കൂടി അപ്രസക്തമായിട്ടുള്ളൊരു സംഗതിയാണ്. രാജ്യം ആര് ഭരിക്കുന്നു എന്ന് നിശ്ചയിക്കാൻ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ സമയത്ത് ഒരുപാട് കൺസിഡറേഷൻസ് ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ BJPക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ പോലും അവിടെ വോട്ട് ചെയ്യാറുണ്ട്. നോക്കൂ, അതേ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ഞങ്ങൾ പഠിക്കുന്നു എന്നാ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഒന്നും ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം എന്താ, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേവലം ഒരു മണ്ഡലത്തിലെ ഒരു വിജയിയെ നിശ്ചയിക്കാനുള്ള ഒരു സംഭവം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ പ്രചരണത്തിനുള്ള അവസരം കൂടിയാണ്. അത് ഈ പറയുന്ന ഗ്രാംഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വാർ ഓഫ് മാനോവറിന് മുമ്പ് ഒരു വാർ ഓഫ് പൊസിഷൻ ഉണ്ടല്ലോ. അടുത്ത ഒരു മാസം നീണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ചർച്ചയിലെല്ലാം BJP ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്, ആ പൊസിഷൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം രാഷ്ട്രീയ ഡാമേജ് ആണ്. കുറെ കാലം കൊണ്ടൊരു മണ്ഡലത്തിൽ സമാഹരിച്ചുണ്ടാക്കിയിട്ടുള്ള വോട്ടുകൾ, ആ മണ്ഡലത്തിൽ ഞങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ള സംഘടനാ സംവിധാനം, അതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നതിൻ്റെ ഡാമേജ് എത്രയാണ്? അതേസമയത്ത് മത്സരിച്ചൊരു തിക്താനുഭവമാണ് അവിടെ ഉണ്ടാവുന്നതെങ്കിൽ, അവിടെ വോട്ട് കുറയുന്നതാണെങ്കിൽ പുതിയ നേതൃത്വത്തിനെതിരെയുള്ള പുതിയ കേരളത്തിൻ്റെ ഒരു പുതിയ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വാതിൽക്കലെത്തി നിൽക്കുന്ന സമയത്ത് അത് പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു സന്ദേശം എന്താണ്? ഇങ്ങനെയുള്ള എല്ലാ ആസ്പെക്റ്റുകളും പരിശോധിക്കാനുള്ള അവകാശം
അവകാശം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ജൂൺ 2-ാം തീയതി ഞങ്ങൾക്ക് അവിടെ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ശരിയാണ്. ഞങ്ങളുടെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ LDF-നോട് കാണിക്കുന്ന സൗമനസ്യം എന്താണ് ഞങ്ങളോട് കാണിക്കാത്തത്? അവിടുത്തെ സിറ്റിംഗ് സീറ്റിൽ അവർക്ക് ഇപ്പോഴും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ ഒരു പ്രക്രിയയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയേ ഇല്ല എന്ന മട്ടിലുള്ള പ്രചരണത്തിന് അർത്ഥമൊന്നുമില്ല. പിന്നെ ശ്രീ രാജു പിതാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, തെരഞ്ഞെടുപ്പിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നവർ തന്നെ ജയിക്കുന്നു എന്ന് യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ എന്താണ് കുറേ ദിവസമായിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധികളെല്ലാം BJP-യോട് വല്ലാത്ത സ്നേഹം കാണിക്കുന്നുണ്ട്. BJP-യുടെ ആ നിലമ്പൂർ മണ്ഡലത്തിലെ ശക്തിയെ പറ്റി പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും നിങ്ങൾ എന്തായാലും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളോടുള്ള നല്ല സ്നേഹം കൊണ്ടോ താല്പര്യം കൊണ്ടോ ഒന്നും അല്ല. അതിൽ കോൺഗ്രസ് കാണുന്ന ഗുണം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അവിടെ BJP-യുടെ ഒരു സ്ഥാനാർത്ഥി വന്ന് അവർ പ്രതീക്ഷിക്കുന്ന അളവിൽ ഒരു വോട്ട് ഞങ്ങൾ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമവാക്യത്തിൽ കോൺഗ്രസ് കാണുന്ന രാഷ്ട്രീയ ഗുണം എന്താണ്? അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ മത്സരിക്കുമ്പോൾ അവിടെ CPM കാണുന്ന രാഷ്ട്രീയ ഗുണം എന്താണ്? ഇതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങളുടെ തീരുമാനം ഉണ്ടാവുക. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സജീവ സാന്നിധ്യമായി, സജീവ ശക്തിയായി, കേരളീയ പൊതുസമൂഹത്തിലെ ഒരു നിർണായക കക്ഷിയായി BJP ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ അത് സ്വന്തം ചിഹ്നത്തിലാണോ ഘടകകക്ഷിയുടെ പേരിലാണോ സ്വതന്ത്രനായിട്ടാണോ എന്നുള്ളതല്ല പ്രശ്നം. ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സമസ്യയിൽ BJP പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല.